എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷൻ്റെതിന് സമാനമല്ല സ്ത്രീയുടെ രതിമൂർച്ച. ഈ വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. മിക്കവരുടെയും ധാരണ ലൈംഗിക ബന്ധത്തിലൂടെ രതിമൂർച്ച അനുഭവിച്ചറിയൂ എന്നാണ്. രതിമൂർച്ച അനുഭവപ്പെടണമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ധാരണ തെറ്റാണ്. പുരുഷൻ്റെതിന് സമാനമായ രീതിയിലല്ല സ്ത്രീയുടെ രതിമൂർച്ച. മാത്രവുമല്ല, സ്ത്രീകളിൽ അത് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നു. ചില സ്ത്രീകൾ വളരെ തീവ്രമായി ഉത്തേജിപ്പിക്കുക മാത്രം ചെയ്താൽ പോലും രതിമൂർച്ചയിലെത്താറുണ്ട്. അതിന് ലൈംഗിക ബന്ധം വേണമെന്നേ ഇല്ല. പക്ഷേ വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാകാറുള്ളൂ. ചിലർക്കാകട്ടെ സ്പോട്ട് ത്രസിപ്പിച്ചാൽ മാത്രമേ വൈകാരിക മൂർച്ച കൈവരൂ. ചില സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിനിടെ ഒന്നിലേറെ തവണ രതിമൂർച്ച അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ലൈംഗികതയുടെ കാര്യത്തിൽ സാധാരണ പുരുഷന് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് സ്ത്രീയുടെ ലൈംഗിക സവിശേഷതകൾ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒട്ടേറെ ധാരണാ പിശകുകളും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയുമായി നല്ല ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവർ തെറ്റിദ്ധാരണകൾ മാറ്റി സ്ത്രീയെ വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞേ മതിയാകൂ. സ്നേഹവും പരിലാളനങ്ങളും ബാഹ്യ കേളികളും എല്ലാം പുരുഷനേക്കാളേറെ സ്ത്രീയെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുകയും രതിമൂർച്ചയിലെത്താൻ വലിയൊരു അളവ് വരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പുരുഷൻ തിരിച്ചറിയേണ്ടതുണ്ട്. സ്ത്രീയുടെ രതിമൂർച്ച എങ്ങനെ തിരിച്ചറിയാം? ജീവിതത്തിലേക്ക് കുട്ടികൾ കടന്നു വന്നുവെങ്കിലും രതിമൂർച്ച എന്ന അനുഭൂതി അനുഭവിക്കാത്ത സ്ത്രീകളാണ് ഭൂരിഭാഗവും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കിടപ്പറയിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന പങ്കാളി ഒരിക്കലും സ്ത്രീയുടെ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ അറിയാറില്ല. പകൽ മുഴുവൻ ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്തിട്ട് രാത്രി കിടക്കയിൽ ആനന്ദം കണ്ടെത്താൻ പങ്കാളിയെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും സ്ത്രീയുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ കഴിയില്ല. സ്നേഹവും ലാളനയും കിടക്കയിൽ മാത്രമായാൽ സ്ത്രീയുടെ വികാരത്തിൽ വേലിയേറ്റമുണ്ടാകില്ല. പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിലെത്തും. തുടർന്ന് പുരുഷനേക്കാൾ സാവധാനമേ ഉത്തേജിത അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കൂ. ഈ അവസ്ഥ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് മിക്ക പുരുഷന്മാരും ചോദിക്കുന്നത്. താൻ രതിമൂർച്ചയിലേക്ക് എത്താൻ പോകുന്നു, അല്ലെങ്കിൽ ആ നിമിഷത്തിലാണ് എന്ന് പറയേണ്ടത് സ്ത്രീകളാണ്. ആ കാര്യം പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാഹചര്യം മനസ്സിലാക്കാൻ പുരുഷനെ സഹായിക്കും. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ, കൂടുതൽ ശക്തി കാണിക്കൽ എന്നിങ്ങനെയുള്ള പല ലക്ഷണങ്ങളും രതിമൂർച്ചയുടെ മുന്നറിയിപ്പാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കുകയോ ചോദിച്ചറിയുകയോ വേണം. രതിമൂർച്ച സമ്മാനിക്കുന്നത് യോനിയെ പരിചരിക്കുന്നത് വഴിയാണ്. സ്പോട്ട് എന്ന മാന്ത്രിക ചെപ്പ് സ്ത്രീകളെ അനുഭൂതിയുടെ ഉന്നതിയിലെത്തിക്കും. മാറിടങ്ങളിലെ തലോടലും പുറംഭാഗങ്ങളിൽ ചുംബിക്കുന്നതും സ്ത്രീയെ ആനന്ദത്തിന്റെ പറുദീസയിലെത്തിക്കും. ശരീരത്തിന്റെ ഏതേതു ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ ഉത്തേജനം കിട്ടുന്നത് എന്ന് സ്ത്രീയോട് ചോദിച്ചറിയുകയും ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് രതിമൂർച്ച സമ്മാനിക്കുന്നതിന് സഹായിക്കും. ഭാര്യയുടെ സന്തോഷത്തിനും സുഖത്തിനും കൂടുതൽ പരിഗണന നൽകിയാൽ അവരുടെ രതിമൂർച്ച മനസ്സിലാക്കാനും തികഞ്ഞ ലൈംഗികതയ്ക്കും വഴിവെക്കും.